നമസ്കാരം. ഈ മണിക്കുള്ള പ്രധാന വാർത്തകൾ. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച കേസിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ സുഹൃത്ത് അഷ്കർ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. കുട്ടി നേരിട്ടത് അതിക്രൂര മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ 51 മുറിവുകൾ. അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ സുനിൽകുമാർ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടനിറക്കും. തീരുമാനം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. നടപടി ആശ്വാസകരമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. സംസ്ഥാനത്ത് നിന്നും കനത്ത മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം അടുത്തിരിക്കെ കിടപ്പാടം കടലെടുക്കുമെന്ന ഭീതിയിൽ എറണാകുളം കണ്ണമാലിയിലെ തീരദേശവാസികൾ. താൽക്കാലിക സംരക്ഷണത്തിനുള്ള മണ്ണ് നിറച്ച ചാക്കുകൾ നച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ. ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം മേഖലയിലെ തൊഴിലാളികളും ദുരിതത്തിൽ. താമസിക്കുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങളിൽ. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. IPL-ൽ ഇന്ന് കിരീട പോരാട്ടം. ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടനിറക്കും. നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചാണ് നടപടി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ കണ്ടിരുന്നു. ഗൂഢാലോചന അന്വേഷിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ PP ദിവ്യയാണ് ഏക പ്രതി. UDF സർക്കാർ CBIക്ക് വിടുന്ന ആദ്യ കേസാണ് ഇത്. ഇനി CBI ആണ് കേസ് ഏറ്റെടുക്കണോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത്. ADM നവീൻ ബാബു കേസ് CBI ഏറ്റെടുത്തത് ആശ്വാസകരമെന്ന നവീൻ ബാബുവിന്റെ കുടുംബം. ഇത്രയും വേഗം CBI അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അന്വേഷണം നല്ല രീതിയിൽ പോകുമെന്ന് മനസ്സിലാക്കുന്നതായും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു. എല്ലാ പോരായ്മകളും കണ്ടെത്തി CBI നല്ല നിലയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു. അന്വേഷണം ശരിയായ രീതിയിലല്ല സർക്കാരിന്റെ പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഞങ്ങൾ ഇതേ ആവശ്യങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുകയാണ്. എന്നാൽ കോടതിയിൽ അന്നത്തെ സർക്കാർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഈ കേസ് CBIക്ക് അന്ന് വിടാൻ ഉദ്ദേശിക്കാതിരുന്നത്. ഞങ്ങൾ തന്നെ നേരിട്ട് കാണിച്ചു കൊടുത്ത കുറെ തെളിവുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ CDR-കൾ. അതിൽ ഞാൻ ഇപ്പൊ ഏക പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെയും അതുപോലെ ഞങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞ അല്ലെ പ്രതിയാക്കപ്പെടേണ്ടവരായിട്ട് പറഞ്ഞവരുടെയും ഒക്കെ CDR-കൾ, കോൾ ഡീറ്റെയിൽസ്, അവരുടെ ഫോൺ രേഖകൾ, ഇതൊന്നും തന്നെ കളക്ട് ചെയ്തിട്ടില്ല. ഇത് കളക്ട് ചെയ്ത് തന്നെ വളരെ അപൂർവമാണ്. എല്ലാ നിർണായക വിവരങ്ങളൊക്കെ മറച്ചുവെച്ച് ഏറ്റവും നിർണായക പീരീഡിലെ മറച്ചു വെച്ചുകൊണ്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. അത് വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുള്ള ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതാണെന്ന് MV ജയരാജൻ. ഏത് അന്വേഷണം നടന്നാലും നീതിപൂർവമായിരിക്കണം. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറരുത്. കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതിക്കുമാണ് ഉത്തരവിലൂടെ ഒരു കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള അധികാരമുള്ളത്. അന്വേഷണം നീതിപൂർവമായിരിക്കണം. രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. നമ്മുടെ അനുഭവം രാഷ്ട്രീയ വേട്ടക്കായി കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്.
നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് നടക്കുമെന്നും സർക്കാരും പാർട്ടിയും കുടുംബത്തിനൊപ്പമെന്നും റാന്നി MLA പഴകുളം മധു. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ജയരാജൻ CBI അന്വേഷണം എതിർക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവീൻ ബാബുവിന് നീതി ലഭിക്കും. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇതേപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത UDF സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയിലും ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് CBI അന്വേഷണം വേണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് ഭയക്കാനുണ്ട്. അതുകൊണ്ട് EP ജയരാജന്റെ നിലപാട് CPM പാർട്ടിക്ക് ഇനി നേരിടാനിരിക്കുന്ന ദുരന്തകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് അതൊന്നും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ സുഹൃത്ത് അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിലാണ് കുഞ്ഞു മരിച്ചത്. അഷ്കർ താമസിച്ച വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. അഷ്കറിന് നേരെയുണ്ടായ നാട്ടുകാരുടെ രോഷപ്രകടനം സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് കാരണമായി. 1.5 വയസ്സുകാരനെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവത്തിലാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 51ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്. കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുള്ളതിനാൽ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കുറ്റസമ്മതത്തെ തുടർന്ന് അഷ്കറിനെ കുട്ടിയുമായി താമസിച്ച വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനായി എത്തിക്കവേ നാട്ടുകാരുടെ രൂക്ഷമായ രോഷപ്രകടനമാണ് ഉണ്ടായത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം കേസുകളുള്ളതായി നാട്ടുകാർ പറയുന്നു. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. നിലവിൽ 5ഓളം കേസുകൾ ഇവന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇരുവർക്കും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റൂല. 4-3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറാകാത്തതിൽ അഷ്കറിന്റെയും അഖിലയുടെയും ഡാൻസ് ടീച്ചറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് അഖിലിന്റെ അച്ഛനും ആവശ്യപ്പെട്ടു. ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത്ത് കൊണ്ടുവരണം. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളത്തെ വൃക്കരോഗബാധിതനെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. അമൃത വാർത്തകൾക്ക് പിന്നാലെയാണ് നടപടി. കുന്നംകുളം പാടം സ്വദേശി സഞ്ജയ് രാജനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇങ്ങനെ ഒരു അമൃത വാർത്തകളുടെ റിപ്പോർട്ട് കൂടി ഫലം കാണുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും ഈ അമൃത വാർത്തകളെ തുടർന്ന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. ഈ സാജൻ ബക്കർ എന്ന് പറഞ്ഞ 2 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതായത് ഈ വൃക്കരോഗിയായ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുക ഇതുവരെയും ഇവർ മടക്കി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 35 സെന്റിൽ 15 സെന്റ് ഇദ്ദേഹം ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ഈ ചികിത്സയ്ക്ക് ആവശ്യമായി വിൽക്കുകയായിരുന്നു. ഈ വിൽക്കാൻ വേണ്ടി ഇടനിലക്കാരനായി പരിചയക്കാരനായ ഈ സാജൻ എന്ന് പറഞ്ഞ ആളെ ഇതിൽ ഇടപെടുത്തുകയായിരുന്നു. അതിനെ തുടർന്ന് ഇവർ ഈ വളാഞ്ചേരിയിലുള്ള ഒരു വ്യക്തിക്കാണ്, മലപ്പുറം വളാഞ്ചേരിയിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ സാജനും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്നിട്ട് ഈ ഒരു സ്ഥലം വിറ്റത്. അതിൽ ഈ 15 ലക്ഷം രൂപ ഇയാൾക്ക് ഈ ചികിത്സാ സഹായമായി മുൻപ് തന്നെ കൊടുക്കാമെന്ന് ഈ സഞ്ജയോട് വാക്ക് തന്നിരുന്നു. മാത്രമല്ല സെന്റിന് 8 ലക്ഷം വീതം കൊടുക്കാമെന്നും ഈ സാജൻ എന്ന് പറഞ്ഞ വ്യക്തി ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ വ്യക്തിക്ക് സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ലഭിച്ചത് വെറും 3.5 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുക എവിടെയെന്ന് ചോദിച്ചപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഇയാളെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും മാത്രമല്ല പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ഈ പണം കൃത്യമായി കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട കുന്നംകുളം പോലീസിലടക്കം ഈ സഞ്ജയ് പരാതി നൽകിയതാണ്. പക്ഷേ പലതവണ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇതൊരു സിവിൽ കേസാണെന്നും ക്രിമിനൽ കേസ് അല്ലെന്നും അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്
ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു. മാത്രമല്ല ഇവർ ഈ പറ്റിച്ച ആളുകൾ, ചതിച്ച ആളുകൾ അല്പം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകൾ ആണ്. മാത്രമല്ല അവർക്ക് സ്വാധീനമുണ്ട്, ഈ ഒരു രാഷ്ട്രീയത്തിലും മറ്റും സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തികളാണ്. മാത്രമല്ല വാഹനമിടിപ്പിച്ച കേസിലടക്കം ഈ പ്രതികളായ വ്യക്തികൾ കൂടിയാണ് ഈ ഇടനിലക്കാരായി നിന്ന സാജനടക്കമുള്ള ആളുകൾ എന്നുള്ളതാണ് സഞ്ജയ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയാണ്. ഈ വൃക്കരോഗത്തിന് പുറമെ പല രീതിയിലുള്ള അസുഖങ്ങളും നേരിടുന്ന ഒരു വ്യക്തി. സന്തോഷം തന്നെയാണ്. എന്തായാലും ഈ ഒരു വാർത്താ ഫലം കണ്ടു എന്നതിൽ തൃശൂർ കുന്നംകുളത്ത് വൃക്കരോഗബാധിതനെ കബളിപ്പിച്ച് പണം തട്ടിയ പരാതിയിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്ന കുന്നംകുളം പാറയമ്പാടം സ്വദേശി സഞ്ജയ് രാജിനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയ സംഭവം അത് അമൃത വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് നിന്നും പരക്കെ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കും. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇത്തവണ ജൂൺ 1 കാലവർഷം എത്തില്ല, 4 ദിവസം കൂടി വൈകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപിലേക്കും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കും. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാലവർഷം പടിവാതിക്കൽ എത്തി നിൽക്കി വലിയ ആശങ്കയിലാണ് എറണാകുളം ജില്ലയിലെ തീരദേശവാസികൾ. കിടപ്പാടം ഉൾപ്പെടെ കടലെടുക്കുമെന്ന ഭീതിയിലാണ് കണ്ണമാലിയിൽ ഉൾപ്പെടെയുള്ളവർ കഴിയുന്നത്. താൽക്കാലിക സംരക്ഷണം എന്ന നിലയിൽ സർക്കാർ നിരത്തിയ മണ്ണ് നിറച്ച ചാക്കുകൾ നശിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ് ഇപ്പം ഈ നമുക്ക് എങ്ങോട്ടും പോകാനൊരിടവില്ല. പിന്നെ ഇവിടെ എങ്ങോട്ട് പോകാനാണ് നമ്മൾ പേരയാണെങ്കിലും നല്ല പഴക്കമുള്ള പേരയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് വീഴുവാ ഇല്ല എന്നുള്ളൊരു പേടിയാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭീതിയും ആശങ്കയുമായാണ് ഈ തിരമാലകൾ തീരദേശവാസികളുടെ വീടുകൾക്ക് സമീപത്തേക്ക് ഇരച്ചു കയറുന്നത്. കാലങ്ങളായി താൽക്കാലിക പരിഹാരം മാത്രമാണ് സർക്കാരുകൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. കണ്ണമാലി, ചെറിയ കടവ് പ്രദേശങ്ങളിലാണ് കടലാക്രമണ ഭീതി രൂക്ഷമായി നിലനിൽക്കുന്നത്. മണൽ നിറച്ച ജിയോ ബാഗുകൾ നിരത്തിയിരുന്നെങ്കിലും കനത്ത വേനൽ ചൂടിൽ അവ പൊട്ടിപ്പൊളിഞ്ഞു. പകരം സംവിധാനത്തിനായി ചെളി കലർന്ന മണ്ണ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസം തന്നെ കടൽ കയറി തുടങ്ങും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ പുതിയ ബാഗുകൾ സ്ഥാപിക്കേണ്ടി വരും. നടപടി വേഗത്തിലായില്ലെങ്കിൽ വീടുകളിലേക്ക് ചെളിവെള്ളവും എത്തും. ഓരോ മഴക്കാലവും ദുരിതപൂർണമാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് കണ്ണമാലി നിവാസികൾ. കടൽ കയറ്റം കഴിഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ മുങ്ങിപ്പോയി. ഇവിടെ മാത്രമല്ല, കണ്ണമാലി കിഴക്കേ സ്കൂൾ വരെ, കണ്ണമാലി പഴയ സ്കൂൾ വരെ മുങ്ങിപ്പോയി. ഇവിടെ നിന്ന് ഇവിടെ എന്ന് പറഞ്ഞത് ഈ പടിഞ്ഞാറ് വശമൊന്നും ഇല്ലാതെ എൻ്റെ പേര് ഇടിയാണ്. മഴയും കടലും ശക്തമാകും. കടലിളകണമല്ല, കടലിളകിയാൽ അത് എല്ലാ വർഷവും ഉള്ളതാണ്. കടലിന് ഇളക്കമുള്ളതാണ്. അത് ഇളകും. ആ സമയത്താണ് വരുന്നത്. അവിടെ ഒന്നുമില്ല. പടിഞ്ഞാറ് വേഗം ഉറഞ്ഞു പോയിരിക്കണമാണ്. ഒരു ജനൽപ്പൊക്കം വെള്ളം മിനിമം കയറും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കടൽക്കയറ്റത്തിന് ഒരു 5 വീടോളം ഇവിടെ നഷ്ടപ്പെട്ടു. അവർക്ക് ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ല എന്നാണ്. നമുക്ക് എന്തോ നിസ്സാര ധനസഹായം എന്തോ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മണ്ണ് ചാക്കിൽ നിർത്തിയാലും കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സിൽ വരുമ്പോഴത്തേക്കും ഇത് താങ്ങി നിൽക്കാനായിട്ടുള്ള ഇത് ഉണ്ടാവത്തില്ല. ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്കും അതെല്ലാം ഇടിഞ്ഞ് താഴ്ത്ത് വീഴുക. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു ജൂലൈ തീരുന്നവരെ എന്തായാലും ഉണ്ടാവും. മിക്ക ദിവസങ്ങളിലും ഇത് തന്നെ ആയിരിക്കും. ന്യൂനമർദ്ദം, കാറ്റ്, ഒഴുക്കിന്റെ ദിശ എന്നിവയ്ക്കനുസരിച്ചായിരിക്കും കടൽക്ഷോഭത്തിന്റെ ശക്തി വ്യക്തമാകുക. കൊച്ചിൻ പോർട്ട് കുഴിച്ചെടുത്ത മണ്ണ് തീരക്കടലിൽ നിക്ഷേപിച്ചാൽ ഒരു പരിധിവരെ കടലാക്രമണം തടയാനാകും. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കടലാക്രമണം രൂക്ഷമാകുമ്പോൾ 3 മാസം വരെ വാടക വീടുകളിലേക്ക് മാറുകയാണ് തീരദേശവാസികൾ ഇപ്പോൾ ചെയ്യുന്നത്. പലരും സ്ഥലവും വീടും വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി. കഴിഞ്ഞ കടലാക്രമണത്തിൽ വീട് നഷ്ടമായവർ വീണ്ടും പുതിയവ നിർമ്മിച്ചു തുടങ്ങുകയാണ്. ഏതായാലും ആശങ്കകൾക്ക് അറുതിയില്ലാത്ത മേഖലയായി തീരദേശം മാറിത്തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇപ്പോഴും പരിഹാരം അകലെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. പ്രകൃതിയോടും സഹജീവികളായ മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും ഉള്ള നമ്മുടെ ധർമ്മം നിറവേറ്റുന്നതിലാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ എന്ന് പറയുന്നത്. കോവിഡ് നമ്മൾ പല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു.
പഠിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുക ആയിരിക്കും നല്ലത്. സൃഷ്ടിയുടെ ആരംഭം മുതൽക്കന്നെ പ്രകൃതിയില്ലെങ്കിൽ മറ്റേ നമ്മളെല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് വേണ്ടവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഓരോ ആപത്തും ഇത് മഹാമാരിയാകട്ടെ, പ്രകൃതിക്ഷോഭമാകട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, എല്ലാം പ്രധാനമായി 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1 സഹകരണം, 2 സഹൃദയം, 3 സഹവാസം. മനുഷ്യർ തമ്മിൽ സഹകരിച്ച് നീങ്ങുക, പ്രകൃതിയുമായി സഹൃദയം പ്രാപിക്കുക, ഈശ്വരശക്തിയുമായി സഹവാസം പുലർത്തുക. ഈ 3 കാര്യങ്ങളും കുറേശ്ശെങ്കിലും പ്രാവർത്തികമാക്കില്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ബാധിക്കുമെന്നുള്ളതാണ്. അമ്മയെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ സുവർണ നിമിഷമെന്ന കൊയിലാണ്ടി MLA കെ പ്രവീൺകുമാർ പറഞ്ഞു. ഇതൊരു അസുലഭ നിമിഷമാണ്. അമ്മയുടെ പാദസ്പർശം കൊണ്ട് ഈ കോഴിക്കോട് ഒരിക്കൽ കൂടി അനുഗ്രഹീതമായി. അമ്മയുടെ അനുഗ്രഹം കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടിനും എന്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അമ്മയുടെ പാദസ്പർശം കൊണ്ട് കോഴിക്കോട് അനുഗ്രഹീതമായെന്ന് കോഴിക്കോട് നോർത്ത് MLA പറഞ്ഞു. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ അമ്മയെ കാണുവാനും അനുഗ്രഹം തേടുവാനും നമുക്കെല്ലാവർക്കും സാധിച്ചത് ഈ നാടിൻ്റെ പുണ്യമായി കരുതുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം ഈ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മയുടെ കാൽപാദം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹത്തിന് വിധേയമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മയ്ക്ക് ശതകോടി പ്രണാമം. സമൂഹത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് അമ്മയെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അമ്മ പഠിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളെ അമ്മ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ സ്നേഹിക്കുകയാണ്. പ്രകൃതിയോട് നമ്മൾ കൂടിച്ചേരുക, പ്രകൃതിയെ കണ്ട് പഠിക്കുക. പ്രകൃതി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആ പ്രകൃതി നമുക്കെല്ലാം പ്രകൃതിയാണ്. അതാണ് നമ്മളെ അമ്മ പഠിപ്പിച്ചത്. നമ്മൾ നല്ല കാര്യങ്ങൾ, പ്രപഞ്ചത്തിൽ അവാച്യമായ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് അമ്മയിൽ കൂടി നമ്മൾ കാണുകയാണ്. ആ ശക്തിയിൽ കൂടി നാം ദൈവത്തെ കാണുക, അമ്മയെ കാണുക. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ള ഇത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം. അമ്മയെ സന്ദർശിച്ചതിലൂടെ വലിയ ഊർജ്ജമാണ് ലഭിച്ചതെന്ന് RG ഫുഡ് CEO RG വിഷ്ണു. വ്യവസായ രംഗത്ത് തിളങ്ങാൻ പ്രചോദനമായത് അമ്മയുടെ വാക്കുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ആശ്രമത്തിൽ വളർന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് അമ്മനെ കാണുന്നതാണ്. ഇന്ന് അമ്മനെ കണ്ടു. അമ്മനെ എപ്പം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അടുത്ത കുറേ ദിവസങ്ങളിലേക്കുള്ളൊരു ഹൈ എനർജിയാണ്, നമ്മളൊരു സ്ട്രെങ്ത്താണ്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അമ്മേൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെ സന്തോഷം അമ്മനെ കണ്ടതിൽ. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായ തുടക്കമാണ് നടന്നത്. അമ്മയുടെ ദർശനത്തിനായി ആയിരങ്ങളാണ് എത്തിയത്. വേദിയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയെ പൗരപ്രമുഖർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം ഭക്തി ഗാനസുധ നടക്കുകയാണ്. TK അരവിന്ദൻ ചേരുന്നു. അരവിന്ദൻ, കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ഈ പറഞ്ഞതുപോലെ ഭക്തരെല്ലാം കാത്തുകാത്തിരുന്ന് അതെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചടങ്ങുകൾ നടക്കുന്നത്? സ്വപ്ന കഴിഞ്ഞ 6 വർഷമായി ഭക്തർ കാത്തിരിക്കുകയാണ്, അമ്മയുടെ മക്കൾ കാത്തിരിക്കുകയാണ് അമ്മയുടെ ദർശന പുണ്യത്തിനായി. ഇപ്പോൾ ആ ദിനം സമാഗതമായിരിക്കുന്നു. അതിനാൽ തന്നെ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ കോഴിക്കോട് വെളിമാടുകുന്നിലെ ഈ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. നിരവധി പേർ ഇന്നലെ മുതൽ ഇവിടെ എത്തിയ ആളുകളുണ്ട്. രാവിലെ 11 മണിക്ക് തന്നെ അമ്മ വേദിയിലെത്തി. ഇന്നലെ അമ്മ കോഴിക്കോട് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ അമ്മ വേദിയിലെത്തിയ അമ്മയെ പൗരപ്രമുഖർ സ്വീകരിച്ചു. മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള, അതുപോലെ തന്നെ MLA-മാരായ ജയന്ത്, പ്രവീൺ കുമാർ, കൂടാതെ വ്യവസായ പ്രമുഖൻ ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണം നടന്നു. ഇതിനുശേഷം അമ്മ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നെടുമങ്ങാട് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പഴുതുകളില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. നെഞ്ചൊലിക്കുന്നതാണ് സംഭവം. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരവിപ്പിക്കുന്ന വാർത്തയാണ് നെടുമങ്ങാട് നമ്മൾ കേട്ടത്.
സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ഛൻ ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയാ, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തിൽ നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു കുഞ്ഞിന്. ടിനി ടോം സാമൂഹ്യ വിപതെന്ന അൻസിബ ഹസൻ തന്നോട് മാത്രമല്ല ടിനി ടോം തെറ്റ് ചെയ്തത് സമൂഹത്തിനോട് കൂടിയാണ്. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം. ടിനിക്കെതിരെ പരാതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ വ്യക്തമാക്കി. നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ എസ്ഐക്കും എതിരായ പരാതിയിൽ ACPക്ക് മുന്നിൽ മൊഴി നൽകാനെത്തിയപ്പോഴായിരുന്നു അൻസിബയുടെ പ്രതികരണം. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലറായിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനുള്ള രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ NS രാജാ സുബ്രഹ്മണി ചുമതലയേറ്റു. ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച രാജാ സുബ്രഹ്മണി കരസേന ഉപമേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ചുമതലയേറ്റെടുത്ത ശേഷം അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് സംയുക്ത സേനാ മേധാവിയായി ജനറൽ NS രാജാ സുബ്രഹ്മണി ചുമതലയേറ്റത്. സൗത്ത് ബ്ലോക്കിൽ ആചാരപരമായ വരവേൽപ്പും ഗാർഡ് ഓഫ് ഓണറും നൽകി. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിലാണ് NS രാജാ സുബ്രഹ്മണിയുടെ സൈനിക സേവനത്തിന്റെ തുടക്കം. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധരാണെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകും. നമ്മുടെ കര, വ്യോമ, നാവിക സേനകൾ എല്ലാ തരത്തിലും പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. We are committed to implement the vision of our Honorable Prime Minister, Jointness, Atmanirbharta and Innovation. Transformation of the armed forces and organizational reforms to enhance jointness, synergy and integration will be the primary focus. 2024 മുതൽ 2025 ജൂലൈ 31 വരെ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ച ജനറൽ രാജാ സുബ്രഹ്മണി ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൽ മിലിറ്ററി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. സംയുക്ത സേനാ മേധാവിയായിരുന്ന ജനറൽ അനിൽ ചൗഹാൻ ഇന്നലെ വിരമിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന IPL ഫൈനൽ ഇന്ന് അഹമ്മദാബാദിൽ. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് കിരീട പോരാട്ടം. 2 മാസത്തോളം നീണ്ട ആവേശ പോരാട്ടങ്ങൾക്കൊടുവിൽ IPL 18ാം പതിപ്പിന് ഇന്ന് സമാപനമാവുകയാണ്. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇറങ്ങുന്നത്. ടൂർണമെന്റിലുടനീളം കൃത്യമായ ഗെയിം പ്ലാൻ പുറത്തെടുത്ത ടീം ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്ക് ശേഷം IPLൽ തുടർച്ചയായി 2 തവണ കിരീടം നേടുന്ന ടീമെന്ന റെക്കോർഡിലേക്ക് എത്താനാണ് RCB ശ്രമം. വിരാട് കോഹ്ലി, ദേവ്ദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, രജത് പട്ടീദാർ, വെങ്കടേഷ് അയ്യർ എന്നിവരടങ്ങുന്ന മികച്ച ബാറ്റിംഗ് നിര തന്നെയാണ് RCBയുടെ കരുത്ത്. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റസീഖ് സലാം, കൃണാൽ പാണ്ഡ്യ എന്നിവരടങ്ങുന്ന ബൌളിംഗ് നിരയും മികച്ച ഫോമിലാണ്. മറുവശത്ത് ടീം രൂപീകരിച്ച 2022 കിരീടം നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് 3 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കിരീടത്തിനായി അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ്. നായകൻ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവരാണ് ടീമിന്റെ കരുത്ത്. സ്വന്തം തട്ടകത്തിൽ കളിച്ച 7 മത്സരങ്ങളിൽ 5ലും ജയിക്കാനായതും ഗുജറാത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ബാറ്റിംഗിനേക്കാൾ ഒരുപടി മുകളിലാണ് ഗുജറാത്തിന്റെ ബൌളിംഗ് നിര. കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, റാഷിദ് ഖാൻ, ജേസൺ ഹോൾഡർ, പ്രസിദ്ധ് കൃഷ്ണ ഏത് കരുത്തന്മാരെയും തകർക്കാൻ പോന്നവരാണ്. റണ്ണഴുകാറുള്ള അഹമ്മദാബാദിലെ പിച്ചിൽ ടോസ് നേടുന്നവർക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്വാളിഫയർ 1ൽ ഗുജറാത്തിനെ തകർത്താണ് RCB നേരിട്ട് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്.
രണ്ടാമത്തെ അവസരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ വീഴ്ത്തിയാണ് ഗുജറാത്തിന്റെ ഫൈനൽ പ്രവേശനം. ന്യൂസ് ഡെസ്ക് അമൃത TV. റിപ്പോർട്ടോടെ വെച്ച് വാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.